പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ? മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. പിന്നെ ആരാ പറഞ്ഞത്? നബിയും പറഞ്ഞല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന പ്രവാചകനും പറയുമ്പോ സഹോദരാ, മരണവേദന കഠിനമാണ്. ആ വേദന അല്പം കുറയണോ? ആ വേദന അല്പം കുറയണോ? മുത്തുനബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നത് സാധാരണ ആൾക്കാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല. അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അംബിയാ, മുർസലീങ്ങള്, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹിയാ നബിയും ഈസാ നബിയും അല്ലാഹുവേ, ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അവരുടെ റൂഹ് പിടിക്കും നബിയേ. അവരങ്ങയുടെ സ്വലാത്ത് പറഞ്ഞവരാ, അവരങ്ങയെ സ്നേഹിച്ചവരാ, അവരുടെ മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. രണ്ടാമത്തെ മലക്കാരാ മീകായിൽ അലൈഹിസ്സലാം. ആ മലക്കും പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കും വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അങ്ങയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അതും എല്ലാ ദിവസവും പറയുന്നവരുണ്ടല്ലോ, എനിക്കവരെ വല്ലാത്ത സ്നേഹമാണ്, എനിക്കവരെ വല്ലാത്ത സ്നേഹമാണ്. പടച്ചവരെ, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന മഹ്ശറയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ തണല്, ഒറ്റ തണലേ ഉള്ളൂ, അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്. അന്നൊരേ ഒരു കിണറേ ഉള്ളൂ, അത് ഹൗദുൽ കൗസറാണ്, അത് ഹൗദുൽ കൗസറാണ്. അല്ലാഹുവേ, ആ പരലോകത്തേക്ക് ജനങ്ങൾ കിടന്നു വരുമ്പോ فيه من حولك يا رسول الله. മുത്തുനബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കും നബിയേ. അങ്ങയുടെ ഹൗലിന്റെ ചാരത്തേക്ക് ഞാനവരെ കൊണ്ടുവരും നബിയേ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാ. മൂന്നാമത്തെ പ്രതിഫലമെന്ത്? ആരാ വരുന്നത്? ഇസ്രാഫീൽ എന്ന മലക്കാട്, ഇസ്രാഫീൽ എന്ന മലക്കാട്. യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാ തീരുമാനിച്ചവര്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ, നിന്നിട്ട് കാല് പൊള്ളുന്ന റബ്ബേ, എന്റെ ഉമ്മാനെ വന്ന് മലത്തി കിടത്തിത്താ അല്ലാഹ്, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ. അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ മാതാപിതാക്കളുടെ നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ നരകത്തിലേക്ക് എറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാഹ് എന്ന് സ്വാർത്ഥരാകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയില് അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടക്കുകയാ. അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ
അല്ലാഹു തആല അലഹു. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. എഴുന്നേക്ക് ഇസ്രാഫീൽ, എന്തിനാ ഇവിടെ കിടക്കുന്നത്? എന്തിനാ സുജൂദിൽ കിടക്കുന്നത്? ഇല്ല പടച്ചവരെ, ഞാൻ എഴുന്നേക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപം പൊറുക്കാതെ ഞാൻ എഴുന്നേക്കില്ല. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നില്, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. നാലാമത് വന്ന മലക്കാരാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ, ഞാനും മറക്കൂല, എനിക്കും ഇഷ്ടമാണ് നബിയേ. أنا آخذا بيده ويمر على الصراط. സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കുന്ന സിറാത്താ. ആ പാലത്തിന്റെ മുകളിലൂടെ പോകാൻ പറ്റൂ. സിറാത്തു അലാ ജഹന്നമ മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള, വല്ലാത്ത നീളമുള്ള, വല്ലാത്ത ഇരുളുള്ള, വല്ലാത്ത വഴുവഴുപ്പുള്ള ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള, കോടാനുകോടി വർഷം സഞ്ചരിച്ചാൽ ദൂരമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ. ആ പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യ, അനാ ആഖിദൻ ബിയദിഹി, ജിബ്രീൽ എന്ന മലക്ക് നിന്റെ കയ്യിൽ പിടിക്കുകയാ. അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോ സ്വലാത്തിന്റെ മഹത്വമാ, സ്വലാത്തിന്റെ മഹത്വമാ പറയാതെ ഉറങ്ങല്ലേ. നാവിന്റെ തുമ്പിൽ സ്വലാത്ത് വരട്ടെ. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ, അത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ. അന്നത്തോടെ തീരാറുള്ളതല്ല സഹോദരാ. അടുത്ത വർഷം റബീഉൽ അവ്വൽ വരുന്നത് വരെ എല്ലാ ദിവസവും സ്നേഹമുണ്ടാകണം. ഇങ്ങനെ മരിക്കുന്ന കാലം വരെ സ്നേഹമുണ്ടാകണം. ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ് മഹാനായ എന്റെ പ്രിയമുള്ളവരെ. ഒരു ചരിത്രം കൂടെ പറയാ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹജ്ജിന് പോയതാണ്. ഹസൻ ബസരി തങ്ങൾ ഹജ്ജിന് പോയി. അല്ലാഹുവേ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹസൻ ബസരി തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നുണ്ട്. തവാഫ് ചെയ്യുന്ന വേളയിൽ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്വലാത്ത് ഉറക്കെ പറയാ, വേറെ ഒന്നും പറയുന്നില്ല. സലാത്തല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ 7 തവാഫും കഴിഞ്ഞപ്പോ ഹസൻ ബസരി തങ്ങൾ ചോദിച്ചു, ഒരുപാട് ദുആകളുണ്ടല്ലോ, തവാഫിന്റെ വേളയിൽ പറയാൻ ഒരുപാട് അദ്കാറുകളും ഒരുപാട് ദുആകളൊക്കെ ഉണ്ടല്ലോ, എന്ത് സലാത്ത് മാത്രം പറയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ എങ്ങനെ സലാത്ത് പറയാതിരിക്കും, ഞാൻ എങ്ങനെ സ്വലാത്ത് പറയാതിരിക്കും? ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു, അതിന്റെ കാരണം എന്തേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ ഞാൻ ഹജ്ജിന് വന്നപ്പോ എന്റെ വാപ്പായും എന്റെ കൂടെ ഉണ്ടായി. എന്റെ നാട്ടുകാരുടെ കൂടെ ഞാനും എന്റെ വാപ്പയും ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഹജ്ജിന് വന്നത്. പക്ഷെ യാത്രയുടെ പകുതിയിൽ വെച്ച് എന്റെ ഉപ്പായിക്ക് സുഖമില്ലാതായി. എന്റെ ഉപ്പായിക്ക് രോഗം പിടിച്ചു. അപ്പൊ കൂടെ വന്നവരൊക്കെ ഒരു ദിവസം അവിടെ നിന്നു നോക്കി, വാപ്പാടെ രോഗം മാറുന്നില്ല. പകുതി പേര് പോയി, പകുതി പേര് അവിടെ നിന്നു. ഓരോ ദിവസം കഴിയും തോറും ഓരോ ആൾക്കാരിങ്ങനെ പോകാം. അവസാനം ഞാനും വാപ്പായും മാത്രമായി. എന്റെ വാപ്പാടെ രോഗം ഒരുപാട് കൂടി. അവസാനം തങ്ങളെ എന്റെ വാപ്പ മരണപ്പെട്ടു. ഹസൻ ബസ്രി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ വാപ്പ മരണപ്പെട്ടു. എന്റെ വാപ്പയെങ്ങും മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ വാപ്പാടെ മുഖമൊക്കെ അങ്ങ് മാറി, എന്റെ ഉപ്പാടെ രൂപമൊക്കെ മാറി, മുഖമെല്ലാം വികൃതമായി. എന്റെ ഉപ്പാടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയായി തങ്ങളെ.
എന്റെ ഉപ്പാടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അത്രയ്ക്കും വിരൂപിയായി മാറി വാപ്പാടെ മുഖം മുഴുവനും രൂപം മുഴുവനും. അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരൻ കരയല്ലാ, എന്റെ ഉപ്പാടെ മയ്യത്ത് കാണാൻ വരുന്നവരോട് ഞാൻ എന്തു പറയും? എന്റെ ഉപ്പ എന്ത് പാപം ചെയ്തിട്ടാ അല്ലാ ഇങ്ങനെ ആയിപ്പോയത്? തന്റെ വാപ്പാടെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് ആ പൊന്നുമോൻ ഇങ്ങനെ കരഞ്ഞ് 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 ഉറങ്ങിപ്പോയി. അങ്ങനെ ഉപ്പാടെ മയ്യത്തിന്റെ ചാരത്ത് തളർന്നു കിടക്കുമ്പോ അതാ വരുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ കടന്നു വന്നു. മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് ഇങ്ങനെ കൈകൊണ്ടൊന്ന് തടകി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് എന്റെ ഉപ്പാടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് തടകി. അള്ളാഹുവെ, തടകി കഴിഞ്ഞപ്പോ എന്റെ ഉപ്പാടെ മുഖം അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ, എന്റെ ഉപ്പാടെ മുഖം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന അബാക ലകസീറൽ മആസി ഗൈറ അൻഹു കാന. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു നിന്റെ വാപ്പ. എങ്കിലും നിന്റെ വാപ്പ എന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ആളായിരുന്നു. നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നെങ്കിലും നിന്റെ ഉപ്പ എന്റെ പേരിൽ വല്ലാതെ സ്വലാത്ത് പറയുമായിരുന്നു, എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രതിഫലം കിട്ടിയത് എന്ന് എന്റെ പ്രിയമുള്ളവരെ, പൊന്നാര മകൻ ഹസൻ ബസ്രി തങ്ങളോട് പറഞ്ഞു കൊടുത്തതായി ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എപ്പോഴും കയ്യിലും തസ്ബീഹും പിടിച്ച് സ്വലാത്തും പറഞ്ഞു നടക്കുന്നവർ, അവര് മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും, അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. അവരുടെ മുഖം കണ്ടപ്പോഴാണ് പലരും ആഗ്രഹിച്ചു പോയത്, മരിച്ചാൽ ഇവര് മരിച്ചതുപോലെ മരിക്കണം, മരിച്ചാൽ ഇവരും മരിച്ചതുപോലെ മരിക്കണം. കാണാൻ വന്നവർ ഇറങ്ങി പോകുമ്പോ പറയും, അവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അള്ളാഹുവേ എന്ത് നല്ല മരണമാ കിട്ടിയത്. സഹോദര, അങ്ങനെ ജനങ്ങൾ പറയുന്ന ഒരു മരണം അള്ളാഹു നിനക്ക് നൽകി അനുഗ്രഹിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്ത് അത് എത്ര അമിതമായി അധികമായി പറയാൻ കഴിയുമോ ആ സ്വലാത്തുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂട്ടുകാരായി ഒരുമിച്ച് കൂടാം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകന്റെ സ്വർഗത്തിലെ രണ്ടാമത്തെ കൂട്ടുകാർ മുത്തുനബിയുടെ പേരിൽ അമിതമായി സ്വലാത്ത് പറയുന്നവരാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു മരിക്കുവോളം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.